ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ 9th സ്റ്റാൻഡേർഡിന്റെ സോഷ്യൽ സ്റ്റഡീസ് എക്സാം റിവ്യൂ ആണ്. സോ ഗൈസ്, നമ്മൾ പേപ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ആൻഡ് ഗൈസ്, എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല എക്സാം ആയിരുന്നു. ഞാൻ പേടിച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിന് എന്തൊക്കെ ക്വസ്റ്റ്യൻ വരും, ഞാനാണെങ്കിൽ എന്താ പറയുക ധൃതി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് പഠിച്ചിരുന്നത്. എന്ന് വെച്ചാല് ഞാൻ വേറെ പഠിക്കുമ്പോൾ നേരത്തെ പഠിച്ചത് മറന്നു, അങ്ങനെയുള്ളൊരു ഇതിലായിരുന്നു. ഭയങ്കര ടെൻഷനും ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് എക്സാമിന്. ബട്ട് പേപ്പർ കിട്ടിയപ്പോ ഐ റിയലി ഫെൽറ്റ് ഹാപ്പി. ഞാൻ ഭയങ്കര സന്തോഷമായി. എനിക്ക് നല്ലൊരു എക്സാം ആയിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗുഡ് എക്സാം ആയിരുന്നു എന്ന് പറയാം. കുഴപ്പമില്ലാത്ത നല്ലൊരു എക്സാം ആയിരുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ടഫ് ഉണ്ടാവും, ചിലർക്ക് ഈസി ഉണ്ടാവും, ചിലർക്ക് ആവറേജ് ആയിരിക്കും. ടഫ് ഉള്ളവരോട് പറയാണ്, വിഷമിക്കണ്ട, അടുത്ത എക്സാമിന് ബെറ്റർ ആക്കാനായിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ സോഷ്യൽ സയൻസ് എക്സാം റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ എനിക്ക് ആകെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡൗട്ട് ഉള്ളത്. ബാക്കിയെല്ലാം ഞാൻ ഫിനിഷ് അപ്പ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ടോട്ടൽ 11 പേജസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നു 11 പേജസ് എന്ന് പറയുമ്പോൾ അയ്യോ അടിപൊളി, ഇത്രയും പേജസോ, ഞാൻ 4 പേജ് എടുത്തുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആരും പറയേണ്ട ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 പേജസിൽ ആൻസേഴ്സ് ആണ് വേണ്ടത്. അല്ലാതെ വെറുതെ 11 പേജസ് എടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എൻ്റെ ഹാൻഡ് റൈറ്റ് ഇത്തിരി എന്താ പറയുക ബിഗ് ആണ്. പിന്നെയാണെങ്കിൽ ബ്ലാക്ക് പെന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ബ്ലാക്ക് പെൻ. അപ്പോൾ ബ്ലാക്ക് പെൻ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മളിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബോറായിരിക്കും. അപ്പോൾ ഞാൻ അത്യാവശ്യം ഇത്തിരി ഗ്യാപ്പ് ഇട്ടോ, ഇത്രയൊക്കെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ എഴുതാറുള്ളത്. അപ്പം അങ്ങനെ എഴുതേണ്ട വന്നപ്പോൾ 11 പേജായി. ഇത് ശരിക്കും പേജ് നോക്കിയിട്ടല്ല, നമ്മൾ ആൻസേഴ്സ് ആണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അത് ഞാൻ ഇപ്പോഴും പറയാണ്. സോ എന്തായാലും ഗൈസ്, നമ്മുടെ ആൻസർ ഞാൻ എഴുതിയത് പറയാം കേട്ടോ. ഒന്നാമത്തേൻ്റെ ആൻസർ ഞാൻ എഴുതിയത് സി ആയിരുന്നു. 2 and 3 എന്ന് പറഞ്ഞിട്ടുള്ള സി ഓപ്ഷൻ എഴുതി. രണ്ടാമത്തേൻ്റെ ആൻസർ ആയിട്ട് തഞ്ചാവൂർ എഴുതി. എനിക്ക് മഹാബലിപുരം ആണോ തഞ്ചാവൂർ ആണോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ലാസ്റ്റ് തഞ്ചാവൂരാണ് എഴുതിയത് കേട്ടോ. പിന്നെ മൂന്നാമത്തേൻ്റെ ആൻസർ 4th one ആണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഹാവ് നോ റോൾ ഇൻ ദ പ്രൈസ് ഡിറ്റർമിനേഷൻ. നാലാമത്തേൻ്റെ ആൻസർ എനിക്ക് ഡൗട്ടാണ് ഗൈസ്. ഞാൻ എഴുതിയത് തെറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എഴുതിയത് എന്താണെന്ന് കമന്റ് ഇടാം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എനിക്ക് എന്താണെന്ന് അറിയില്ല. നാലാമത്തെ ആൻസർ ഞാൻ എഴുതിയത് സി ആണ് കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് ഡൗട്ട് ഉണ്ട്. സോ ഞാൻ സി ആണ് സോഷ്യൽ നോംസ് എഴുതിയത്. പിന്നെ അഞ്ചാമത്തേൻ്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് ഗൈസ്, അഞ്ചാമത്തേൻ്റെ ആൻസർ എ ആണ്. നമുക്കറിയാലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പെട്ടെന്ന് എനിക്ക് എഴുതാൻ പറ്റി. അഞ്ചാമത്തേൻ്റെ എ ആണ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ. പിന്നെ ആറാമത്തെ ആൻസർ കേട്ടോ, ആറാമത്തെ ആൻസർ ബി വന്നു. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ എ. ഏഴാമത്തേന്റെ എ ആണ് ആൻസർ, ഇക്വിലിബ്രിയം പ്രൈസ്. എട്ടാമത്തേന്റെ ആർട്ടിക്കിൾ 14 സി ആണ് ആൻസർ. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ മിക്കവാറും എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ നോംസിന്റെ ബാക്കിയെല്ലാം കറക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. പിന്നെ ആണെങ്കിൽ ഗൈസ്, 9ാമത്തെ ഫീച്ചേഴ്സ് ഓഫ് പാലിയോലിത്തിക് ഏജ് ഭയങ്കര സിമ്പിൾ. ഞാൻ എന്താ പറയാ, ഞാൻ പഠിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല പാലിയോലിത്തിക് ഏജ്. എനിക്ക് എഴുതാൻ പറ്റി. യൂസ് ദ റഫ് സ്റ്റോൺ ടൂൾസ്, എന്താ പറയാ, വുമൻസ് വെയർ എൻഗേജ്ഡ് ഇൻ ഗ്യാതറിംഗ് ആൻഡ് മെൻസ് വെയർ എൻഗേജ്ഡ് ഇൻ ഹണ്ടിങ് എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ പറ്റി. 10ാമത്തത് കൺവേർജന്റ് ആൻഡ് ഡൈവേർജന്റ് ബൗണ്ടറി. അത് ശരിക്കും ഇല്ല ഗൈസ്, എനിക്ക് ഓർമ്മയെ വന്നില്ല ആ ടൈമിൽ. ഞാൻ ഭയങ്കര സങ്കടത്തിലിരിക്കുന്നു, 2 മാർക്ക് പോലും വിചാരിച്ച്. പക്ഷെ എനിക്ക് പിന്നെ ഓർമ്മ കിട്ടി. സോ ഞാൻ എഴുതി. പിന്നെ 11ാമത്തത് വേറെ എന്താ പറയാ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഫങ്ഷൻസ് ആയിരുന്നു. ഇവിടെ ഓൾറെഡി ഒരെണ്ണം തന്നിട്ടുണ്ട്, റെക്കഗ്നീഷൻ ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ്. അത് തന്നിട്ടുണ്ട്. ഞാൻ എഴുതിയത്, ഞാൻ മറ്റേ ബാക്കിയുള്ളത് എഴുതിയിട്ടുണ്ടായിരുന്നു. മറ്റേ പ്രൊമൾഗേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് ദ കോഡ്സ് ഓഫ് കണ്ടക്ട് അങ്ങനത്തെ തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ 21ാമത്തെ അല്ല കേട്ടോ, യെസ് 12ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പയർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആയിരുന്നു. ഇറ്റ് ഈസ് ആൾസോ സിമ്പിൾ, എനിക്ക് എഴുതാൻ പറ്റി. 13ാമത്തെ എ ഐഡന്റിഫൈ ചെയ്യാനായിരുന്നു. ഗൈസ് ശരിക്കും സത്യം പറയട്ടെ, കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റൈലത്തിൽ ഉള്ളത് വരുമോ ഇല്ലേന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു കുറെ പേർക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഞാൻ നോക്കിയ പോലും ഇല്ലായിരുന്നു. ഇത് ഞാൻ ആകെ സൈലത്തിലാണ് കണ്ടത്. ആ സൈലത്തിന്റെ ഓർമ്മയിൽ വെച്ചിട്ട് എനിക്ക് ടെറായി എന്താണെന്ന് എഴുതാൻ പറ്റി, അതിന്റെ ഫങ്ഷൻസും എന്താണെന്ന് എഴുതാൻ പറ്റി. സോ ഹാപ്പി. പിന്നെ 14th ക്വസ്റ്റ്യൻ സ്റ്റാറ്റസ് എന്തായിരുന്നു. സ്റ്റാറ്റസ് എനിക്ക് ഓർമ്മ കിട്ടിയില്ല, പിന്നെ ഓർമ്മ കിട്ടി. അപ്പൊ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആണോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഒട്ടും എനിക്ക് അറിയില്ല കറക്റ്റ് ആണോ എന്ന്. എനിക്കറിയാവുന്ന പോലെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ 15ാമത്തെ എ ആയിരുന്നു. 7th ഷെഡ്യൂളിൽ വന്ന ഇത് ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ആണെങ്കിൽ 16-ാമത്തെ ശരിക്കും 15-ാമത്തേല് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ ബി. ഞാൻ പക്ഷെ അത് അതും എഴുതി. ബിയാമത്തെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു പ്രൈം മിനിസ്റ്ററിന്റെ ഫങ്ഷൻസ് ആൻഡ് യെസ് ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് അത് എഴുതിയിട്ടുണ്ടായിരുന്നു പ്രൈം മിനിസ്റ്ററിന്റെ. പിന്നെ 16-ാമത്തെ എ ഉണ്ടായിരുന്നു, ബി ഉണ്ടായിരുന്നു. ഞാൻ എ ആണ് എഴുതിയത്. വില്ലേജ് ഓട്ടോണമി, ഊറ്, സഭ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് എഴുതി. പിന്നെ 17-ാമത്തത് സെക്സും ജെൻഡറും. യു ഗൈസ് ശരിക്കും പറയാലോ, ഈ സെക്സ് ആൻഡ് ജെൻഡർ ആണ് ശരിക്കും ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ സെക്സ് ആൻഡ് ജെൻഡർ ആയിരുന്നു നമ്മുടെ ചാപ്റ്ററിലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റി. 18-ാമത്തത് മാർക്കറ്റ് കൺട്രോളിംഗ് ബൈ ദി അലാവുദ്ദീൻ ഖൽജി. ഞാൻ വെറുതെ വായിച്ചു പോയിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ 19-ാമത്തെ യെസ് മെനി ചാലഞ്ചസ്. അയ്യോ ഗൈസ് ഇത് പറയാൻ വിട്ടുപോയി. നമ്മുടെ കോസ്റ്റൽ പ്ലേയിലെ ഈ ചാലഞ്ച് ഇല്ലേ, ക്വസ്റ്റ്യൻ നമ്പർ 19, ഇത് ഞാൻ നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ ആ ഒരു ടൈമില് വെറുതെ എടുത്തൊന്ന് നോക്കിയതാണ്. റിയലി യൂസ്ഫുൾ ആയി എന്ന് പറയാം. പിന്നെ 20-ാമത്തത് മറ്റേ മാർക്കറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതും സിമ്പിൾ ആയിരുന്നു. പിന്നെ 21-ാമത്തെ എ ബി ഉണ്ടായിരുന്നു, ഞാൻ ബി ആണ് എഴുതിയത്. കാസ്റ്റ് സിസ്റ്റം കോംപ്ലക്സ് ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ് അത് എഴുതി. 22-ാമത്തെ പെനിൻസുലർ പ്ലാറ്റ്യൂവിൽ സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് അത് എഴുതി. 23-ാമത്തത് ചാലൂക്യാസ് ടെമ്പിൾ ആർക്കിടെക്ചറിന് കൊടുത്ത കോൺട്രിബ്യൂഷൻസ് ഞാൻ ആ ഒരു ഇത് ഫുൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ 24-ാമത്തെ എ ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ് അത് ഞാൻ വെറുതെ വായിച്ചു നോക്കിയതാണ്, ബട്ട് ഭയങ്കര യൂസ്ഫുൾ ആയി, അത് എഴുതാൻ പറ്റി. പിന്നെ 25-ാമത്തത് ഈ ഒരു ഗ്രാഫ് എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു, നമ്മുടെ സപ്ലൈ കർവിന്റെ കാര്യവും എല്ലാം പറഞ്ഞിട്ട് എഴുതാം, അത് എഴുതി. പിന്നെ ഗൈസ് 26-ാമത്തെ ക്വസ്റ്റ്യൻ ഐ റിയലി ലൈക്ക് ഇറ്റ്. മാപ്പ് മാർക്കിങ് ഞാൻ പഠിച്ചിട്ടാ പോയത്, പക്ഷെ ഇത് ഇത്രക്ക് സിമ്പിൾ ആവും ഞാൻ വിചാരിച്ചില്ല. ഞാൻ മാപ്പ് മാർക്കിങ്ങിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഏഴാമത്തെ ആൻസർ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ്, ബി കൊങ്കൺ കോസ്റ്റ്, സി ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ഡി മലബാർ കോസ്റ്റ്. അതായിരുന്നു ഞാൻ എഴുതിയ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ആൻസർ നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ മാപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ കീറിയിട്ട് ഞാൻ കൊടുത്തു കേട്ടോ, അതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു, ടൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 26-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, യെസ് 27-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലാംഗ്വേജ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിൽ എങ്ങനെയാണ് ഇത് ചെയ്യണേന്ന്. ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നു. സിറ്റിസൺ ആണ് എക്സാമ്പിൾ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അഡ്വർടൈസ്മെന്റ് ഗൈസ്, അഡ്വർടൈസ്മെന്റിന്റെ റോള് സ്റ്റീരിയോ ടൈപ്പിൽ ഈ ക്വസ്റ്റ്യൻ സൈലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എഴുതാൻ ടൈം കിട്ടിയില്ല. ഞാൻ എന്തായാലും എഴുതിയിട്ടുണ്ടല്ലോ. പിന്നെ 28-ാമത്തത് ഇന്റേണൽ മൈഗ്രേഷൻ ആൻഡ് എക്സ്റ്റേണൽ ഇന്റർനാഷണൽ മൈഗ്രേഷൻ, ഇന്റേണൽ മൈഗ്രേഷൻ എന്താ പറയാ വിത്തിൻ ദ കൺട്രി, പിന്നെ മറ്റേത് അക്രോസ് ദ കൺട്രി ആയിരുന്നു, അത് എഴുതി. 29-ാമത്തെ സാൻഡ് ഡ്യൂൺസ് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നു, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഴുതിയിട്ടുണ്ടായിരുന്നു. 30-ാം അതെനിക്ക് ഇത്തിരി ഡൗട്ട് ഉണ്ട്, 29-ാമത്തെ തെറ്റോ എനിക്ക് ഡൗട്ട് ഉണ്ട്, പക്ഷെ ഞാൻ മാക്സിമം എഴുതിയിട്ടുണ്ട് കേട്ടോ. 30-ാമത്തെ എ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്, ഹ്യൂമൻ ലൈഫ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ കോസ്റ്റൽ റീജിയൺ അതായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് വെജിറ്റേഷനും സോയിൽ ടൈപ്പ് ആയിരുന്നു, എനിക്കത് അറിയില്ല അധികം, അപ്പൊ ഞാൻ അത് എഴുതിയില്ല. പിന്നെ 31-ാമത്തത് ബി ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, അഗ്രികൾച്ചർ സെക്ടറിന്റെ എക്കോണമി ഓഫ് ദി ചോള കിങ്ഡം. എ ഞാൻ എഴുതിയില്ല, സോഷ്യോ എക്കണോമിക് ലൈഫ് ആയിരുന്നു, അപ്പോൾ അത് എഴുതിയില്ല, ഞാൻ ബി ആണ് എഴുതിയത്. റിയലി പറഞ്ഞാൽ നൈസ് എക്സാം ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഒരു ആവറേജിനേക്കാളും മൂടി കൊടുക്കാം, ഭയങ്കര ഗുഡ് എന്ന് പറയാനില്ല, ആവറേജിനേക്കാളും മൂടി കൊടുക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ. സോ അതാണ് ഗൈസ് എന്റെ റിവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ടഫ് ആയിരുന്നു, ഈസി ആയിരുന്നു, ആവറേജ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ മാത്സിന്റെ സ്റ്റഡി ചാലഞ്ച് മിക്കവാറും നമ്മൾ വെക്കുന്നതായിരിക്കും. 7 days സ്റ്റഡി ചാലഞ്ച് ആണ്, ഒരു ആഴ്ച കഴിഞ്ഞിട്ട് എക്സാം ഉള്ളൂ. സോ പൊളിച്ചു പഠിക്കാം. സോ ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കണ്ട. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഡിയേഴ്സ്.